വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറന്ന കോൺഗ്രസിന് ഇതെന്തു പറ്റി? നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. അടിമുടി അഴിമതി ആരോപണത്തിൽ വലഞ്ഞ് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ സിദ്ധാരാമയ്യെ മാറ്റി DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ അണിയറയിൽ നീക്കം തുടരുന്നതിനിടെ കോൺഗ്രസ് നേതാക്കൾ തന്നെ സർക്കാരിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു. രാജീവ് ഗാന്ധി ഹൗസിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിൽ വീട് അനുവദിക്കുന്നതിൽ വൻ അഴിമതിയുണ്ടെന്ന് കോൺഗ്രസ് MLAയും സംസ്ഥാന നയ ആസൂത്രണ കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാനുമായ BR പട്ടേൽ രംഗത്ത് വരുന്നു. ഭവന ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി സമീർ അഹമ്മദ് ഖാന്റെ പ്രൈവറ്റ് സെക്രട്ടറി സർഫറാസ് ഖാനോട് അഴിമതിയെക്കുറിച്ച് പട്ടേൽ തുറന്ന് സംസാരിക്കുന്ന സംഭാഷണവും പുറത്തുവന്നു. അഴിമതി ആരോപണത്തിൽ ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുൻ MLA സുഭാഷ് ഗുഡേദർ രംഗത്തെത്തി. ശരിയായ അന്വേഷണം നടന്നാൽ ഏജന്റുമാർ വഴി പണം സ്വരൂപിക്കുന്ന RK പട്ടേൽ കുടുങ്ങുമെന്ന് ഗുഡേദർ ആരോപിച്ചു. മറ്റൊരു അഴിമതിയാണ് മൂട അഴിമതി. 3000 കോടിയുടെ മൂടഭൂമി കുംഭകോണക്കേസിൽ കോടതി നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രി സിദ്ധാരാമയ്യക്കെതിരെ പ്രോസിക്യൂഷൻ ആരംഭിച്ചു. സിദ്ധാരാമയ്യയുടെ ബന്ധുക്കളുടെ പേരിലുള്ള ഭൂമി നഗരവികസനത്തിന് വിട്ടുകൊടുത്തതിന് പകരം 10 മടങ്ങ് മൂല്യമുള്ള നഗരമധ്യത്തിലെ ഭൂമി അനുവദിച്ചെന്നാണ് കേസ്. ഇനി മറ്റൊരു കേസാണ് വാൽമീകി കോർപ്പറേഷൻ അഴിമതി. മഹർഷി വാൽമീകി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ 183 കോടി തിരിമറി നടത്തിയ കേസിൽ ആരോപണ വിധേയനായ കർണാടക മന്ത്രി B നാഗേന്ദ്രയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. കോർപ്പറേഷനിലെ അക്കൗണ്ട് സൂപ്രണ്ട് ചന്ദ്രശേഖർ കുംഭകോണം സംബന്ധിച്ച് മന്ത്രിയുടെ ഉൾപ്പെടെ പേര് പരാമർശിച്ച് കുറിപ്പെഴുതി വെച്ച ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിലും വൻ അഴിമതി നടക്കുന്നതായി കോൺഗ്രസ് നേതാക്കൾ തന്നെ ആരോപിക്കുന്നു. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറന്ന കോൺഗ്രസിന് ഇതെന്തു പറ്റി? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.